വീണ്ടും കനത്ത മഴ. തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും വരും ദിവസങ്ങളിലും മഴ കനക്കും. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള 7 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്. തൃശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള 7 ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ ജില്ലകളിൽ ശക്തമായ ഒറ്റപ്പെട്ട മഴയ്ക്കും സാധ്യതയുണ്ട്. നാളെ പത്തനംതിട്ട മുതൽ തൃശൂർ വരെയുള്ള 6 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും മറ്റു ജില്ലകളിൽ യെല്ലോ അലർട്ടുമാണ്. തെക്കൻ തമിഴ്നാടിനും മന്നാർ കടലിടുക്കിനും മുകളിലായി ചക്രവാത ചുഴി രൂപപ്പെട്ടതിനാൽ 5 ദിവസം മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ തീരങ്ങളിൽ കടലാക്രമണത്തിന് സാധ്യതയുണ്ടെന്നുള്ള മുന്നറിയിപ്പും ഉണ്ട്. കന്യാസ്ത്രീകളുടെ അറസ്റ്റ് വിവാദത്തിന് പിന്നാലെ കേന്ദ്ര സർക്കാരിനും BJPക്കുമെതിരെ കത്തോലിക്ക സഭ കടുത്ത നിലപാടിലേക്ക്. ക്രിസ്ത്യാനികളെ ആക്രമിക്കുന്ന സംഘപരിവാർ സംഘടനകൾക്ക് കേന്ദ്ര സർക്കാർ പിന്തുണ നൽകുന്നതാണ് BJPയുമായുള്ള എല്ലാ സഹകരണവും ഉപേക്ഷിക്കാൻ ക്രൈസ്തവ സഭയെ പ്രേരിപ്പിക്കുന്നത്. ഇതിനിടെ കന്യാസ്ത്രീകൾക്ക് ജാമ്യം കിട്ടാൻ മുന്നിട്ടിറങ്ങിയതോടെ പരിവാർ സംഘടനകൾ ഒന്നടക്കം BJP നേതൃത്വത്തിനെതിരെ രംഗത്തെത്തുന്നു. ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീകളുടെ അറസ്റ്റും തുടർ വിവാദങ്ങളും കേരളത്തിലെ BJPയുടെ ദീർഘകാല രാഷ്ട്രീയ പദ്ധതി ഇല്ലാതാക്കുമോ? BJP ക്രൈസ്തവ ബാന്ധവം പ്രതിസന്ധിയിലായെന്ന് മാത്രമല്ല, പരമ്പരാഗത മേഖലയിലടക്കം വലിയ ആശയക്കുഴപ്പമുണ്ടായെന്നതാണ് ഇതുവരെയുള്ള ചിത്രം. ജാമ്യം ലഭിച്ചത് തങ്ങളുടെ ഇടപെടൽ കൊണ്ടെന്ന് സംസ്ഥാന BJP നേതൃത്വം അവകാശപ്പെടുന്നു. പക്ഷേ സഭാ നേതൃത്വം ഇത് അംഗീകരിച്ചിട്ടില്ല. ദീപിക മുഖപ്രസംഗത്തിൽ കേന്ദ്ര സർക്കാരിനെയും BJPയും കണക്കറ്റ് വിമർശിക്കുന്നു. പാകിസ്ഥാനിലേതിന് സമാനമായി രാജ്യത്തെ ക്രിസ്ത്യാനികളും ആക്രമിക്കപ്പെടുന്നു. ഇതിന് ചുക്കാൻ പിടിക്കുന്ന സംഘപരിവാറിന് കേന്ദ്ര സർക്കാർ കുടപിടിക്കുന്നു. ഒറീസയിൽ ഗ്രഹാം ഷെയിംസിനെയും കുടുംബത്തിനെയും ചുട്ടരിച്ചതാണ് ക്രൈസ്തവർക്ക് നേരെയുള്ള സംഘപരിവാർ അക്രമത്തിന്റെ രാജ്യത്തെ പ്രതീകം. സമീപകാലത്ത് ഇത് ഓർത്തെടുക്കാത്ത സഭാ നേതൃത്വം ഇപ്പോൾ ഇത് പരാമർശിക്കുന്നു. ഇരിങ്ങാലക്കുട രൂപതയ്ക്ക് കീഴിലെ പള്ളികളിൽ വായിച്ച ഇടയലേഖനത്തിൽ സംഘപരിവാർ നീക്കത്തെക്കുറിച്ച് വിശ്വാസികൾക്ക് മുന്നറിയിപ്പ് നൽകുന്നു. കന്യാസ്ത്രീകൾക്കെതിരായ FIR റദ്ദാക്കും വരെ പ്രക്ഷോഭ പരിപാടികൾക്കാണ് സഭാ നേതൃത്വത്തിന്റെ നീക്കം. പുതിയ സാഹചര്യത്തിൽ BJPക്കെതിരെ കടുത്ത രാഷ്ട്രീയ നീക്കം തന്നെയാണ് ഇടതു വലത് രാഷ്ട്രീയ കേന്ദ്രങ്ങളും ലക്ഷ്യം വെക്കുന്നത്. ആൾക്കൂട്ട വിചാരണ നടത്തി ഇവരെ കയ്യേറ്റം ചെയ്ത് കള്ളക്കേസുണ്ടാക്കി ജയിലിലടച്ച അതേ BJP തന്നെ അവരെ ജയിലിൽ നിന്ന് പുറത്തിറക്കാൻ പോയി നിൽക്കുന്നു എന്നൊരു പ്രതീതി സൃഷ്ടിക്കുകയാണ് ചെയ്തത്. ജാമ്യത്തിൽ സജീവമായി ഇടപെട്ട് രാഷ്ട്രീയ നഷ്ടം കുറയ്ക്കാനായെന്നാണ് കേരള BJP നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. പക്ഷേ ഇത് സംഘപരിവാർ സംഘടനകളെ പ്രകോപിപ്പിച്ചു. മതപരിവർത്തനം നടക്കുന്നുവെന്നും കന്യാസ്ത്രീകളെ വെള്ളപൂശാനുള്ള നീക്കം അംഗീകരിക്കില്ലെന്നുമാണ് പരിവാർ സംഘടനകളുടെ നിലപാട്. ഇതോടെ കേസിന്റെ തുടർ കാര്യങ്ങളിൽ എങ്ങനെ ഇടപെടുമെന്നത് BJPയെ കുഴയ്ക്കുന്നു. കൂടുതൽ ക്രൈസ്തവ മുഖങ്ങളെ ഉൾപ്പെടുത്തി BJP നേതൃത്വത്തിലുണ്ടായ പുനഃസംഘടന പോലും സംഘപരിവാർ കേന്ദ്രങ്ങൾ ഈ ഘട്ടത്തിൽ ചോദ്യം ചെയ്യുകയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങിയിരിക്കുകയാണ്. ഇപ്പോൾ അസാധാരണമായ ഈ പ്രതിസന്ധി BJPക്ക് നേരിടേണ്ടി വരുന്നു എന്നതാണ് സാഹചര്യം. ന്യൂസ് 18 തിരുവനന്തപുരം. കന്യാസ്ത്രീമാരുടെ മോചനത്തിനിടപെട്ട രാജീവ് ചന്ദ്രശേഖറിനെ പരോക്ഷമായി വിമർശിച്ച് KP ശശികലയുടെ ഫേസ്ബുക്ക് പോസ്റ്റ്. ശബരിമല സമരത്തിന്റെ പേരിൽ 1000-ലധികം കേസുകളിൽ പ്രതിയാണെന്നും സംഘർഷം നടന്ന സ്ഥലങ്ങളിൽ ഉണ്ടാകാതിരുന്നിട്ടും കേസുകളിൽ പ്രതി ചേർത്തുവെന്നും പോസ്റ്റ്. കേസുകൾ ഒഴിവാക്കാൻ ആരുടെയും പിറകെ പോയിട്ടില്ലെന്നും പോസ്റ്റിൽ പറയുന്നു. TP സെൻകുമാർ പോസ്റ്റ് ഷെയർ ചെയ്തിട്ടുമുണ്ട്. തൊടുപുഴയിൽ PJ ജോസഫിന് പകരക്കാരനാകാൻ മകൻ അപ്പു ജോസഫ്. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അപ്പുവിനെ കളത്തിലിറക്കാനാണ് ആലോചന. കേരള കോൺഗ്രസ് നേതാക്കൾക്കിടയിലും ഇക്കാര്യത്തിൽ ധാരണ ആയതായാണ് സൂചന. PJ ജോസഫ് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നിന്ന് മാറി പകരം അബു ജോസഫിനെ തൊടുപുഴയിൽ ഇറക്കുന്നു. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അബുവിനെ സ്ഥാനാർത്ഥിയാക്കാനാണ് ധാരണ. മോൻസ് ജോസഫ്, ഫ്രാൻസിസ് ജോർജ് ഉൾപ്പെടെ നേതൃനിരയിൽ ഉള്ളവരുമായി ഇക്കാര്യത്തിൽ ധാരണയായതായാണ് വിവരം. ഇതിനകം തന്നെ തൊടുപുഴയിൽ നിറഞ്ഞ സാന്നിധ്യമായി അബു മാറിക്കഴിഞ്ഞു. സംസ്ഥാന തലത്തിലും വിവിധ പരിപാടികളിൽ അബുവിനെ സജീവമാക്കി പാർട്ടി നിർത്തുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നിന്ന് മാറുന്നുണ്ടെങ്കിലും പാർട്ടിയുടെ തലപ്പത്ത് PJ ജോസഫ് തന്നെ തുടരുമെന്നാണ് സൂചന. ചെയർമാൻ സ്ഥാനത്തേക്ക് അബുവിനായി ഇപ്പോൾ തന്നെ കരുക്കൾ നീക്കിയാൽ മുതിർന്ന നേതാക്കളുടെ കടുത്ത എതിർപ്പുണ്ടാകുമെന്നാണ് സൂചന. ഇതുകൂടി മുന്നിൽ കണ്ടുകൊണ്ടാണ് തന്ത്രപരമായ നീക്കം. അതേസമയം ജോസഫിന് പിന്നാലെ അബുവിനെ സ്ഥാനാർത്ഥിയാക്കുന്നതിൽ പ്രാദേശികമായ ചില നേതാക്കൾക്ക് എതിർപ്പുണ്ട്. ഈ എതിർപ്പ് കൂടുതൽ ശക്തമാകാതെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഇപ്പോൾ നീക്കം. ഭാവിയിൽ പാർട്ടിയുടെ നേതൃസ്ഥാനത്തേക്ക് അബുവിനെ അവതരിപ്പിക്കാനുള്ള ശ്രമം കൂടിയാണ് ഇപ്പോൾ തുടങ്ങുന്നത്. ജി ശ്രീജിത്ത്, ന്യൂസ് 18 കോട്ടയം. സർവകലാശാലകളിലെ സ്ഥിരം VC നിയമനത്തിൽ സമവായ നീക്കം വേണമെന്ന ആവശ്യവുമായി ഗവർണറെ കണ്ട് മന്ത്രിമാർ. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം മന്ത്രിമാരായ ആർ ബിന്ദു, പി രാജീവ് എന്നിവരാണ് രാജ്ഭവനിലെത്തി ഗവർണറുമായി കൂടിക്കാഴ്ച നടത്തിയത്. തീരുമാനങ്ങൾ ഏകപക്ഷീയമാകരുതെന്ന് മന്ത്രിമാർ ഗവർണറോട് ആവശ്യപ്പെട്ടു.
സുപ്രീം കോടതി നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ സർവകലാശാലകളിലെ സ്ഥിരം VC നിയമനത്തിൽ സമവായം വേണമെന്നാവശ്യപ്പെട്ടാണ് മന്ത്രിമാർ വീണ്ടും ഗവർണറെ കണ്ടത്. IT നിയമവകുപ്പുകളിലെ ഉദ്യോഗസ്ഥരോട് രാജ്ഭവനിലെത്താൻ ഗവർണർ ആവശ്യപ്പെട്ടിരുന്നെങ്കിലും മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് മന്ത്രിമാർ തന്നെ ഗവർണറുമായി കൂടിക്കാഴ്ച നടത്തിയത്. കൂടിക്കാഴ്ച 1 മണിക്കൂർ 10 മിനിറ്റ് നീണ്ടു. സ്ഥിരം VC നിയമനത്തിൽ ഏകപക്ഷീയമായി തീരുമാനമെടുക്കരുതെന്ന് മന്ത്രിമാർ ഗവർണറോട് ആവശ്യപ്പെട്ടു. സമവായത്തിലൂടെ നിയമനം നടത്തണമെന്ന സുപ്രീം കോടതി നിർദ്ദേശം നടപ്പിലാക്കണമെന്ന സർക്കാർ നിലപാടും മന്ത്രിമാർ ഗവർണറെ അറിയിച്ചു. കേരള ഉൾപ്പെടെയുള്ള സർവകലാശാലകളിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണമെന്നും മന്ത്രിമാർ ഗവർണറോട് അഭ്യർത്ഥിച്ചു. സാങ്കേതിക ഡിജിറ്റൽ സർവകലാശാലകളിലെ താൽക്കാലിക VC നിയമനം സുപ്രീം കോടതി നിർദ്ദേശം പാലിക്കാതെയാണെന്ന നിലപാടും ഗവർണറെ അറിയിച്ചു. കേരള സർവകലാശാല പ്രതിസന്ധിയിൽ പ്രതികരിക്കാനില്ലെന്നും എല്ലാവരും നിയമത്തെ ബഹുമാനിക്കണമെന്നുമായിരുന്നു വിവാദങ്ങൾക്ക് തുടക്കമിട്ട മുൻ കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ പ്രതികരണം. It will not be proper for me to make any comment. I only wish that we all respect law. അതേസമയം സുപ്രീം കോടതി നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനം എടുത്തതെന്ന് ഗവർണർ രാജേന്ദ്ര ആർലേക്കർ മന്ത്രിമാർക്ക് മറുപടി നൽകി. സർവകലാശാലകളിലെ പ്രശ്നപരിഹാരത്തിനായി നേരത്തെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഗവർണറെ കണ്ടിരുന്നു. എന്നാൽ അതിനുശേഷവും ഗവർണർ സമവായത്തിന് തയ്യാറായിരുന്നില്ല. സർവകലാശാലകളിൽ മുതിർന്ന വിദ്യാഭ്യാസ വിദഗ്ധരെ വൈസ് ചാൻസലർ സ്ഥാനത്തേക്ക് പരിഗണിക്കണമെന്നാണ് സർക്കാർ നിലപാട്. ഇതിലൂടെ ഗവർണറുമായി സമവായ പാതയിൽ എത്താമെന്നും സർക്കാർ കണക്കുകൂട്ടുന്നു. അതിനിടെ കേരള സർവകലാശാലയുടെ ഭരണകാര്യങ്ങളിൽ സിൻഡിക്കേറ്റ് ഇടപെടരുതെന്ന് VC നിയോഗിച്ച രജിസ്ട്രാറുടെ ചുമതലയുള്ള ഡോക്ടർ മിനി കാപ്പൻ സർക്കുലർ ഇറക്കി. ന്യൂസ് 18 തിരുവനന്തപുരം.